ഗുഡ് മോർണിംഗ്. എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് മോൾഡും സ്റ്റിക്കൊന്നുമില്ലാതെ ഒരു ചോക്കോബാറാണ് ഉണ്ടാക്കണം. സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോക്കോബാറാണ് ഉണ്ടാക്കണം. ഇത് ഒന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റണമല്ലോ. കുറച്ച് ചോക്ലേറ്റ്, മിൽക്കി കോമ്പൗണ്ട് ചോക്ലേറ്റാണ് കേട്ടോ എടുത്തേക്കണം. അത് ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഡബിൾ ബോയിൽഡ് മെത്തേഡിലാണ് ചെയ്യണത്. ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മീതേക്ക് ചോക്ലേറ്റ് വെച്ച് തുടങ്ങണം കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് മെൽറ്റായിക്കോളും. ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനത് അടപ്പത്തു നിന്ന് ഇറക്കി. ഇനി വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് മെൽറ്റായിട്ടുണ്ട്. ശരിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് എടുക്കണം. ഇത് പെട്ടെന്ന് കീറിയെടുക്കാൻ പറ്റും. ഇത് കുറേ ഗ്ലാസ്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ്സിലുണ്ടാക്കുന്നത്. ഇത് വലിയൊരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഗ്ലാസ് വെച്ചല്ലാണ്ട് ഓയിൽ പേപ്പറും ഇല്ല, ഈ ഗ്ലാസ് വെച്ച് തന്നെ മൂടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സ്റ്റിക്കിന് പകരം വേറെ. ആദ്യം തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് എല്ലായിടത്തേക്കും ആക്കാം. സ്പൂൺ കൊണ്ട് എല്ലായിടത്തേക്കും ആക്കാം. എല്ലായിടത്തും നന്നായിട്ട് ആക്കി കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാ ഗ്ലാസ്സിലും ഒരു 8 ഗ്ലാസ്സാണ് എടുത്തേക്കണം. 8 ഗ്ലാസ്സാണ് എടുത്തേക്കണം. ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും ആക്കട്ടെ ആദ്യം തന്നെ. ഞാൻ എടുത്ത ചോക്ലേറ്റ് 7 ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ളതാണ് ഉണ്ടായത്. ഇത് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കണം. ചോക്കോബാറിൻ്റെ ക്രീമി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് പാല്, രണ്ടാമത്തെ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. 250ൻ്റെ കപ്പാണ് ഇട്ടത്. ഒരു 1/2 കപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 2 സ്പൂണ് കൊക്കോ പൗഡറാണ് ഇട്ടെടുത്തത്. അധികം എടുക്കണില്ല, അധികം എടുത്താൽ ചിലപ്പോൾ കയ്പ്പ് വരും. അതുകൊണ്ട് 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി തീർന്നു പോയി, അതുകൊണ്ട് 1 സ്പൂണുള്ളൂ. അതിന് പകരം ഞാൻ പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ് കേട്ടോ, കണ്ടൻസ്ഡ് മിൽക്ക്. അത് കുറച്ച് ചേർക്കുന്നുണ്ട്. അത് ചേർത്തില്ല എന്നോർത്ത് കുഴപ്പമില്ല, പക്ഷെ പാൽപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് അത് ചേർക്കണത്. അപ്പോൾ പഞ്ചസാര കുറച്ച് കുറവ് ചേർക്കണുള്ളൂ കേട്ടോ. പഞ്ചസാര മിൽക്ക് മെയ്ഡിലുള്ളത് കൊണ്ട് കുറച്ച് പഞ്ചസാര, ഒരു 3 സ്പൂണ്.
ഞാൻ പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. കളറ് കുറച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാണ്ട് അടപ്പത്ത് വയ്ക്കാണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് കളർ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് പാൽപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് ഒഴിക്കണേ. അല്ലെങ്കിൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ചോക്കോബാറിൻ്റെ ക്രീമിനുള്ള ഇതാണ് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചേക്കണം. 2.5 കപ്പ് വെള്ളവും ഞാൻ കാണിച്ചതാണല്ലോ. ഇതിനി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ചോക്ലേറ്റി ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊക്കോ പൗഡറും കൂടി ചേർത്തേട്ടോ. അധികം ചേർത്താൽ കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ടത്. എല്ലാവരും നിങ്ങൾക്ക് മോൾഡിലെങ്കിലും സ്റ്റിക്കില്ലെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളത് വെച്ച്. പിന്നെ ചോക്ലേറ്റ് എനിക്കിവിടെ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പം എങ്ങനെ ചെയ്യണേ. സ്റ്റിക്കൊക്കെ കടയിൽ കിട്ടും. നല്ല പറഞ്ഞു വിട്ടിട്ട് കയറിയ കടയിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യണത്. തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. രണ്ട് സ്പൂണ് കോൺഫ്ലവറാണ് കേട്ടോ. അത് പാലിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് മിക്സ് ചെയ്ത് വെച്ചാലും ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കാം. ഞാനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കുക. അതുകൊണ്ട് ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത്തിരി കട്ട വന്നാൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും അടി പിടിക്കാണ്ട് ഇരിക്കണം. വേണ്ട, പെട്ടെന്ന് തിക്കായതുണ്ട്. ചോക്കോബാറിൻ്റെ ക്രീം ആയിട്ടുണ്ട് കേട്ടോ. തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ചൂടാറുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പം നല്ലോണം തിക്കായിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഒന്നും കൂടി ആവും. ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ക്രീമി ഞാൻ ചെറിയൊരു കട്ടകളുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാണ് കേട്ടോ. ചോക്ലേറ്റ് നോക്കി നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സിയിലടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട്. തിക്കായിട്ടിരുന്നതാണ്. മിക്സിയിൽ ചെറിയ കട്ടയുണ്ടായ കാരണം കൊണ്ട് മിക്സിയിലടിച്ചതാണ് കേട്ടോ. അടുത്ത കൂട്ട് കറക്റ്റാണ് കേട്ടോ. ഞാൻ സ്റ്റിക്കിന് പകരം ഇതുപോലത്തെ ചെറിയ സ്പൂണുകളാണ് കേട്ടോ. സ്പൂണിൻ്റെ ഉണ്ടാവും. സ്റ്റിക്കില്ലെങ്കിൽ നമുക്ക് ചോക്കോബാർ ഉണ്ടാക്കണ്ടേ. ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ്.
ചെറിയ ചെറിയ സ്പൂണുകൾ വെച്ച് കൊടുക്കാം. ഞാനൊന്ന് ഒന്ന് ചെറുതായിട്ട് ഉറച്ചിട്ടാണ് വയ്ക്കുന്നുള്ളൂ. ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ട് ഉറച്ചിട്ടാണ് സ്പൂൺ വെച്ച് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ഓയിൽ പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഓരോ ഗ്ലാസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, വെറുതെ ഇങ്ങനെ അടച്ച് വെച്ചാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഞാൻ വെച്ച് നോക്കി വെക്കാൻ പറ്റുന്നുണ്ട്. വെക്കാൻ പറ്റൂലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ഇത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവാം.